ഇന്നത്തെ വീഡിയോയിൽ വാഗ്നേഴ്സ് ഹൈപ്പോതെസിസ് ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഇതിൽ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് റിയൽ പെർ ക്യാപിറ്റ ഇൻകം ആണ്. വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് റിയൽ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഓഫ് പബ്ലിക് ഗുഡ്സ് ആണ്. ഇനി ഇതിൽ രണ്ട് കർവ് ആണ് കിടക്കുന്നത്, ഒന്ന് PG1 ഒന്ന് PG2. PG1 എന്ന് പറയുന്നത് represent ചെയ്യുന്നത് a circumstance in which the public sector maintain a constant proportion of total economic production. അതായത് റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. സൊസൈറ്റിയിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് റിയൽ പെർ ക്യാപിറ്റ ഇൻകവും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ PG2 എന്ന് പറയുന്നത് ഇതേ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റും പെർ ക്യാപിറ്റ ഇൻകവും ഇൻക്രീസ് ചെയ്യുന്നത് വീണ്ടും അതിന്റെ ഒരു ഷിഫ്റ്റ് കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വാഗ്നേഴ്സ് ഹൈപ്പോതെസിസിന്റെ ഡയഗ്രാം ആയിട്ട് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് അതിന്റെ കുറച്ച് ക്രിറ്റിസിസം ആണ് വാഗ്നേഴ്സ് ഹൈപ്പോതെസിസിൽ വരുന്നത്. ഒന്നാമത് പറയുന്ന ക്രിറ്റിസിസം, ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ഫിനോമിനൻ ആണ്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ്നെസ് ഇല്ലാതെ വാഗ്നേഴ്സിന്റെ ലോയില് കോംപ്രിഹെൻസീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഓർഗാനിക് സെൽഫ് ഡിറ്റർമിനിങ് തിയറി ഓഫ് സ്റ്റേറ്റ് ആണ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിയറി പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസിന് എക്സാമ്പിൾ ആക്കി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെയും നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞത്. അപ്പോൾ അതും ഒരു ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. തിയറിയിൽ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാറിന്റെ ഇൻഫ്ലുവൻസ്. അതായത് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വാർ എക്സ്പെൻഡിച്ചർ പോലെയുള്ള ഗവൺമെന്റ് സ്പെൻഡിങ്ങുകളുടെ ഇൻഫ്ലുവൻസ് തിയറി ഇഗ്നോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ലോങ് ടേം ട്രെൻഡ്, പബ്ലിക് ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ലോങ് ടേം ട്രെൻഡിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു തിയറിയിൽ കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മൾ ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്.